വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണം കവർന്നുവെന്ന കേസിലെ പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്ത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന്റെ 1 കിലോമീറ്റർ അകലെയുള്ള 30 വയസ്സിനടുത്ത് പ്രായമുള്ള യുവാവാണ് പിടിയിലായത്. പാന്റും ഷർട്ടും ധരിച്ച യുവാവ് പുലർച്ചെ 3 മണിക്ക് പെൺകുട്ടിയുടെ വീടിന്റെ അടുത്തുകൂടി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യം കിട്ടിയതാണ് പ്രതിയെ കണ്ടെത്താൻ സഹായകമായത്. അതിവേഗം പ്രതിയെ പിടിക്കാനായത് പോലീസിന്റെ അന്വേഷണ മികവിനും തെളിവായി. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിക്കടിമയാണ് യുവാവെന്ന് പോലീസ് പറയുന്നു. ഇയാൾ വീട്ടിൽ നിൽക്കാറില്ലെന്നും സഹോദരിയുടെ വീട്ടിലാണ് ഉറങ്ങാറുള്ളതെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ലഹരിക്ക് അടിമകളായ 7-ലധികം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 3 പേരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി നിർത്തുകയും മറ്റുള്ളവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഈ 3 പേരിൽ ഉൾപ്പെട്ടയാളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന പ്രതിയെന്നാണ് വിവരം. DIGയുടെയും SP-യുടെയും നേതൃത്വത്തിലുള്ള ഏകോപനമാണ് പ്രതിയെ അതിവേഗം കുടുക്കിയത്. പ്രതിയുടെ പോക്കറ്റിൽ നിന്നും പീഡനത്തിനിടെ വീണുപോയതെന്ന് കരുതുന്ന 50-ന്റെയും 10-ന്റെയും 2 നോട്ടുകൾ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും പോലീസ് നായ എത്തിയപ്പോൾ കണ്ടെത്തിയിരുന്നു. പ്രതി പെൺകുട്ടിയുടെ കാതിൽ നിന്നും ഊരിയെടുത്ത കമ്മൽ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിനുശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. മുൻപും ഇയാൾ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ട്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയെ എടുത്തു കൊണ്ടുപോയി 1 കിലോമീറ്റർ ദൂരെയുള്ള പറമ്പിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം 13,000 രൂപ വില വരുന്ന കമ്മൽ ഊരിയെടുത്ത ശേഷം അവിടെ ഉപേക്ഷിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് വാർത്താ സമ്മേളനം വിളിച്ച് DIG അറിയിക്കുമെന്നാണ് ലഭ്യമായ വിവരം. ഇതിന്റെ മുന്നോടിയായി DIGയും ജില്ലാ പോലീസ് മേധാവിയും വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ സംഭവസ്ഥലം വീണ്ടും സന്ദർശിച്ച് പരിശോധനയും വിലയിരുത്തലും നടത്തിയിരുന്നു. DNA പരിശോധനയും പ്രതിയെ ഉറപ്പാക്കാൻ നടത്തിയെന്നാണ് സൂചന. കാഞ്ഞങ്ങാട് DYSP VV ലതീഷ്, മുൻ കാഞ്ഞങ്ങാട് DYSPയും ഇപ്പോൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSPയുമായ P ബാലകൃഷ്ണൻ നായർ, മുൻ ബേക്കൽ DYSPയും ഇപ്പോൾ കണ്ണൂർ നർക്കോട്ടിക് സെൽ DYSPയുമായ CK സുനിൽകുമാർ, ഹോസ്ദുർഗ് CI MP ആസാദ്, ഹോസ്ദുർഗ് SI അഖിൽ, സൈഫുദ്ദീൻ തുടങ്ങി 20 അംഗ അന്വേഷണ സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത്. നേരത്തെ പീഡനക്കേസിലടക്കം പ്രതിയായ യുവാവാണ് കസ്റ്റഡിയിലുള്ളത്. ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ കമ്മൽ കവർന്ന് രക്ഷപ്പെട്ട പ്രതിക്കായി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പരിശോധന. മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമുണ്ടായത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ കട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീടിന്റെ മുൻവാതിൽ തുറന്ന് തൊഴുത്തിൽ പോയ സമയത്താണ് അക്രമി വീടിനുള്ളിൽ കയറിയത്. ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങിയ പ്രതി 500 മീറ്റർ അകലെയുള്ള സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചു. സ്വർണ്ണക്കമ്മലുകൾ കവർന്നു. അതിനുശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയുമായിരുന്നു. പുലർച്ചെ നടന്ന സംഭവം വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ അറിഞ്ഞില്ല. തൊഴുത്തിൽ നിന്ന് മുറിയിൽ തിരിച്ചെത്തിയ മുത്തച്ഛനാണ് കുട്ടിയെ കാണാതായത് അറിയുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്നുവെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായതായി മനസ്സിലായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.